ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമുക്ക് പ്ലം കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും എങ്ങനെയാണ് സോക്ക് ചെയ്ത് വെക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പ്ലം കേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും നല്ലപോലെ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് കാലം കേടുവരാത്ത രീതിയിൽ എങ്ങനെയാണ് ഇതെല്ലാം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി കൊടുത്തിടുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സും ഫ്രൂട്ട്സും ആണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയും ജിഞ്ചർ പീലും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പീലും. ഇത് ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയിൽ നിന്ന് എടുത്തതാണ്. പിന്നെ നമ്മൾ കാഷ്യൂ അതുപോലെ തന്നെ ഡ്രൈ അംല, നമ്മുടെ കിവി, പീനട്ട്, ബദാം, പിസ്ത, ആണ് നമ്മുടെ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും. ഓറഞ്ച് പീലും ജിഞ്ചർ പീലും നമുക്ക് ബേക്കറിയുടെ വാങ്ങുന്ന കടയിൽ നിന്ന് കേക്കിൻ്റെ ബേക്സ് കടകളിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ജ്യൂസ് മുന്തിരി, പിന്നെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി നമുക്ക് പല കളറിലാവുമ്പോൾ വളരെ നന്നായിരിക്കും. ഒരു കളർ മാത്രമേ ഉള്ളൂ എങ്കിലും അത് മതി. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലം കേക്കൊന്നും ആരും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാറില്ല. അപ്പോൾ നമ്മൾ പുറത്ത് വെക്കുമ്പോൾ കേട് വന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പാനിലോട്ട് തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് മെൽട്ടായി വരുമ്പോൾ നമ്മുടെ ജ്യൂസ് മുന്തിരി നമുക്ക് നല്ല പോലെ അടിച്ച് വെക്കണം. നല്ല പോലെ അടിച്ചിട്ട് അതിൻ്റെ കുരു ഒന്നും ഇല്ലാതെ നല്ല പോലെ ഒരു ജ്യൂസ് അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് നമ്മൾ പഞ്ചസാര എടുത്ത ആ ഒരു കപ്പിന് 1 കപ്പ് തന്നെയാണ് നമ്മുടെ ജ്യൂസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുന്തിരിയുടെ ജ്യൂസ് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം ചേർക്കാതെ നമ്മൾ മുന്തിരി മാത്രം നല്ല പോലെ ചെറു ചൂടുവെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം നല്ല പോലെ അടിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മൾ അരിച്ച് അതിലെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ ഒരു തേൻ പരുവമാവുന്നത് വരെ ഒന്ന് ഇളക്കി നല്ല പോലെ ഒരു തേൻ പരുവമാവുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒരു തേൻ പരുവമായി വന്നിട്ടുണ്ട്. നല്ല പോലെ ഇത് കുറുകാനായിട്ട് നിൽക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റായിട്ട് വരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സും സോക്കായി കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പരുവമാവുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു തേനിൻ്റെ രൂപത്തിലായിട്ട്. ഇതേ കണ്ടോ, ഇപ്പോൾ ഒരു തേനിൻ്റെ പരുവത്തിലായിട്ടുണ്ട് ഇത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മുടെ നട്ട്സും എല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 3/4 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ക്രഷ് ഒന്നും ചെയ്തിട്ടില്ല, ക്രഷ് ചെയ്യാതെ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന കിവി ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കി വെച്ചത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയും നമ്മുടെ ഡ്രൈ അംല
നമ്മുടെ നെല്ലിക്ക ആണത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ എടുത്തു വെച്ച മുന്തിരി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. മുന്തിരി 2 മുന്തിരി കൂടി ഞാൻ 100 ഗ്രാമും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ നട്ട്സും 50 ഗ്രാം വെച്ചും ടൂട്ടി ഫ്രൂട്ടി 50 ഗ്രാം വെച്ചും അങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കിവി 25 ഗ്രാം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് നല്ല പോലെ ഈ ഒരു ജ്യൂസിൽ കടന്നിട്ട് ഇത് നല്ല പോലെ സോക്കായി കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ലോ ഫ്ലെയിമിലെന്നല്ല, നല്ല പോലെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടയായി പോവും. അപ്പോൾ നമ്മൾ പതുക്കെ ലോ ഫ്ലെയിമിൽ തന്നെ നല്ല പോലെ ഇത് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കുറുകി വരിക എന്ന് പറഞ്ഞാൽ ഹാർഡായി പോവുകയും ചെയ്യരുത്. നല്ല ഒരു ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് തന്നെ നമ്മളിത് മാറ്റണം, ഫ്ലെയിം ഓഫാക്കണം. ഇപ്പോൾ ഇതേ കണ്ടോ, ഇങ്ങനെ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇത് നല്ല പോലെ ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി നേരം മാത്രമേ ഇത് ഫ്ലെയിമിലിട്ട് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് ലാസ്റ്റ് ആവുമ്പോൾ ഹാർഡായി പോകും. നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് തന്നെയാണ് ഓഫാക്കുന്നതെങ്കിലും ഇത് തണുത്ത് വരുമ്പോൾ നമുക്ക് കട്ടയായി പോകും. അപ്പോൾ അങ്ങനെ ഒരു പരുവം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ കണ്ടോ, ഇങ്ങനെ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇങ്ങനെ ഒരു പരുവത്തിൽ നമ്മൾ കറക്റ്റ് ആ ഒരു പരുവത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കുറച്ച് ലൂസായി തോന്നുമെങ്കിലും ഇത് തണുത്ത് വരുമ്പോൾ ഇതേ കണ്ടോ, ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ അത്യാവശ്യം നല്ല പോലെ ആയി വന്നു. ഇനി ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇനി നമ്മൾ ഇത് ഇങ്ങനെ നല്ല പോലെ ചൂടാറുമ്പോൾ ഇപ്പോഴും ഇത് നല്ല ചൂടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചൂട് കുറയുമ്പോഴേ കണ്ടോ, ചൂട് കുറയുന്നതിനനുസരിച്ച് ഇത് ഇങ്ങനെ ഒന്നുകൂടെ കുറുകി ഈ ഒരു ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിലേക്ക് ഒരു കറക്റ്റായിട്ട് വരും. ഇപ്പോൾ ദേ നമ്മുടെ അത്യാവശ്യം ഇപ്പോഴും ഇത് കുറഞ്ഞ ഒരു ചൂടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ കറക്റ്റ് മാറ്റണം. നമുക്ക് നല്ല പോലെ തണുത്തതിന് ശേഷം ഒരു ജാറിലിട്ടിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഇരിക്കുകയും ചെയ്യും. നമുക്ക് എത്ര കേക്ക്സിന് വേണ്ടിയിട്ടും നമുക്ക് ഒരു ലാർജ് എമൗണ്ട് ആക്കിയിട്ട് നമുക്ക് ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു രീതിയാണ് ഈ ഒരു സോക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വൈറ്റ് സീഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതുവരേക്കും നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.